കണക്ടേഴ്സ് OET റൈറ്റിങ്ങിൽ എല്ലാവർക്കും ചില കൺഫ്യൂഷനൊക്കെ ഉള്ള വാക്കുകളാണ് കണക്ടേഴ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെ കണക്ടേഴ്സാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്, അവ എങ്ങനെ ഉപയോഗിക്കാം എന്നെല്ലാം എല്ലാ സ്റ്റുഡൻസും കോമൺ ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് OETയിൽ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് കോർഡിനേറ്റിംഗ് കണക്ടേഴ്സ് കൂടാതെ സബോർഡിനേറ്റിംഗ് കണക്ടേഴ്സ് ഉപയോഗിക്കാൻ സാധിക്കുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So let me introduce myself first. My name is Dinup Antony on behalf of Genus Academy. വെൽക്കം ടു ജിനൂസ് അക്കാഡമി. ഇനി OET ഈസിയായി ക്രാക്ക് ചെയ്യാം. ഓരോ നഴ്സിന്റെയും ലെവൽ അനുസരിച്ച് എളുപ്പത്തിൽ പഠിക്കാനുള്ള ടിപ്സ് നൽകിയാണ് ജിനൂസ് അക്കാഡമിയുടെ OET കോച്ചിങ്. ജിനൂസ് അക്കാഡമി, ഒന്നാമതെത്താം, സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാം. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസിനെ കുറിച്ചാണ്. ഏതൊക്കെയാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്, എങ്ങനെയാണ് അവ നമ്മളുടെ പ്രോപ്പറായിട്ട് നമ്മുടെ OET റൈറ്റിങ്ങിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നത്, കൂടാതെ അവ ഉപയോഗിക്കാൻ നേരത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആർ യു ഓൾറെഡി? കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഒരു തരത്തിലുള്ള ഒരു സിമ്പിൾ സെൻറ്റൻസ് എന്ന കാര്യമാണ് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് സിമ്പിൾ സെൻറ്റൻസ്? 3 കാര്യങ്ങളാണ് ഒരു സിമ്പിൾ സെൻറ്റൻസിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ആ സിമ്പിൾ സെൻറ്റൻസിൽ ഒരു സബ്ജക്റ്റ് ഉണ്ടോ എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം ഒരു വെർബ് ഉണ്ടോ എന്നുള്ളത്. മൂന്നാമത്തേതായിട്ട് ആ സിമ്പിൾ സെൻറ്റൻസ് അതൊരു സിമ്പിൾ സെൻറ്റൻസ് ആവണമെങ്കിൽ അതൊരു കംപ്ലീറ്റ് ഐഡിയ കൺവേ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അതായത് ഒരു കംപ്ലീറ്റ് ഐഡിയ ആ സെൻറ്റൻസിൽ തന്നെ പറയുന്നുണ്ടോ എന്നുള്ളത്. ഈ 3 കാര്യങ്ങൾ ഒത്തു വന്നാൽ അതിനെ നമുക്ക് സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയാം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു സിമ്പിൾ സെൻറ്റൻസിൽ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. ആദ്യമായിട്ട് ആ സെൻറ്റൻസിൽ ഒരു സബ്ജക്റ്റ് എന്തിനെങ്കിലും കുറിച്ച് പറയുന്നുണ്ടോ, അതൊരു സബ്ജക്റ്റ് ഉണ്ടോ. ഫോർ എക്സാമ്പിൾ പേഷ്യൻറ്റിനെ കുറിച്ചായിരിക്കാം പറയുന്നത്. രണ്ടാമത്തെ കാര്യം ആ സെൻറ്റൻസിൽ ഒരു വെർബ് ഉണ്ടോ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആ സെൻറ്റൻസിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ. ഈ 3 കാര്യങ്ങൾ ഒത്തു വന്നാൽ ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ നിങ്ങൾക്ക് സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയാം. ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, അങ്ങനെയുള്ള 2 സിമ്പിൾ സെൻറ്റൻസുകളെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ സിമ്പിൾ സെൻറ്റൻസുകൾക്ക് കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, പേഷ്യൻറ്റ് അണ്ടർവെന്റ് സർജറി. പേഷ്യൻറ്റ് അണ്ടർവെന്റ് സർജറി. ഇവിടെ സബ്ജക്റ്റ് ഉണ്ടല്ലേ. ആരെക്കുറിച്ചാണ് നമ്മൾ ഈ സെൻറ്റൻസിൽ പറയുന്നത്? പേഷ്യൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ സെൻറ്റൻസിൽ സംസാരിക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റ് ഉണ്ട് ഈ സെൻറ്റൻസിൽ. രണ്ടാമത്തെ കാര്യം അണ്ടർവെന്റ്. നമ്മുടെ സെൻറ്റൻസിന്റെ വെർബ് എന്ന് പറയുന്നത് അണ്ടർവെന്റ് എന്നുള്ളതാണ്. മൂന്നാമത്തേത് ഈ സെൻറ്റൻസ് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മീനിങ് കൺവേ ചെയ്യുന്നുണ്ടോ. ഉണ്ട്, നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. പേഷ്യൻറ്റ് അണ്ടർവെന്റ് സർജറി. ഈ സെൻറ്റൻസിൽ തന്നെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കൺവേ ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള ഒരു സെൻറ്റൻസിനെയാണ്, ഇങ്ങനെയുള്ള ഒരു ക്ലോസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിമ്പിൾ സെൻറ്റൻസ് എന്നത് പറയുന്നത്. അപ്പോൾ സിമ്പിൾ സെൻറ്റൻസ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 2 സെൻറ്റൻസുകൾ കൂടെ, 2 എക്സാമ്പിൾസ് കൂടെ ഞാൻ പറഞ്ഞു തരുന്നതാണ് എന്താണ് സിമ്പിൾ സെൻറ്റൻസ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി പേഷ്യൻ്റ് ഹാഡ് കോംപ്ലിക്കേഷൻസ്. ഇവിടെ സബ്ജക്റ്റ് പേഷ്യൻ്റ് ആണ്. ഹാഡ്, ഇവിടെ ഹാഡ് എന്നുള്ളതാണ് ആ സെൻറ്റൻസിലെ വെർബ്. ഇവിടെ ആ ആശയം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലായി. പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി പേഷ്യൻ്റ് ഹാഡ് കോംപ്ലിക്കേഷൻസ്. ഈ സെൻറ്റൻസിൽ നിന്ന് അതൊരു സിമ്പിൾ സെൻറ്റൻസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി അല്ലേ. മൂന്നാമത്തെ കാര്യം, ഹി നീഡഡ് ഫർദർ മാനേജ്മെൻറ്റ്. ഹി നീഡഡ് ഫർദർ മാനേജ്മെൻറ്റ്. ഇവിടെ സബ്ജക്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഹി എന്ന പ്രോനൗൺ ആണ്. പേഷ്യൻറ്റിന് പകരം ഹി എന്ന പ്രോനൗൺ ആണ് ഇവിടെ സബ്ജക്റ്റിന് പകരം ഉപയോഗിച്ചിരിക്കുന്നത്. നീഡഡ് ആണ് ഈ സെൻറ്റൻസിലെ വെർബ്. ഫർദർ മാനേജ്മെൻറ്റ്. അപ്പോൾ ആ കംപ്ലീറ്റ് ഐഡിയ ഈ മൂന്നാമത്തെ സെൻറ്റൻസിലും നമുക്കുണ്ട്. സബ്ജക്റ്റ് ഉണ്ട്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹി ആണ്. നീഡഡ് എന്ന് പറയുന്നതാണ് ഈ സെൻറ്റൻസിലെ വെർബ് എന്ന് പറയുന്നത്. കൂടാതെ ഹി നീഡഡ് ഫർദർ മാനേജ്മെൻറ്റ്. ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്.
ഇങ്ങനെയുള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം, ഒരു വെർബ് ഉണ്ടായിരിക്കണം, ഒരു കംപ്ലീറ്റ് ഐഡിയ കൺവേ ചെയ്യണം. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കതിനെ എന്തെന്ന് പറയാൻ സാധിക്കും? സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അങ്ങനെയുള്ള 2 സിമ്പിൾ സെൻറ്റൻസുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ OET ഗ്രാമറിൽ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിക്കുന്നത്. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് കേൾക്കാൻ നേരത്തെ വളരെ ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ളൊരു വാക്കാണ് അല്ലേ? കുറച്ച് പേർക്കെങ്കിലും കൺഫ്യൂഷൻ വരാം കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. എന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന കണക്ടേഴ്സ് ആണ്. OETയിൽ എന്നല്ല, ഇംഗ്ലീഷ് ഗ്രാമറിൽ തന്നെ വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കാവുന്ന കണക്ടേഴ്സ് ആണ് കോർഡിനേറ്റിംഗ് കണക്ടേഴ്സ്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് ഒരു കോഡുണ്ട്, ഒരു കീവേഡ്. ഈ കീവേഡിൽ ഈ എല്ലാ കോർഡിനേറ്റിംഗ് കണക്ടേഴ്സും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വേറൊന്നുമല്ല, ഫാൻ ബോയ്സ്. ഒന്നുകൂടി ഞാൻ പറയാം, ഫാൻ ബോയ്സ്. FANBOYS. ഇപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും, ഈ ഫാൻ ബോയ്സ് ഇതിലെ ഓരോ ലെറ്റേഴ്സും ഓരോ കണക്ടേഴ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ ഫോർ എന്ന കണക്ടറെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഫ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തത് ആൻഡ്, നോർ, ബട്ട്, ഓർ, യെറ്റ്, സോ. ഇങ്ങനെയുള്ള 7 കോർഡിനേറ്റിംഗ് കണക്ടേഴ്സിനെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കീവേഡ് അല്ലെങ്കിൽ ഒരു കോഡാണ് ഫാൻ ബോയ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ എല്ലാ കോർഡിനേറ്റിംഗ് കണക്ടേഴ്സും നമ്മുടെ OET ഗ്രാമറിൽ, അതായത് ഒരു OET റൈറ്റിംഗ് കോൺടെസ്റ്റിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഫോർ എന്ന കണക്ടർ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ പലതവണ നമ്മുടെ ചെറുപ്പം മുതലേ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കണക്ടറാണ് ഫോർ എന്ന ഒരു വാക്ക്. പക്ഷേ കൂടുതലും പേരും ഇതിൻ്റെ ഉപയോഗം വേറെ രീതിയിലായിരിക്കാം മനസ്സിലാക്കിയിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ബോട്ട് എ പെൻസിൽ ഫോർ മൈ ഫ്രണ്ട്. ഐ ബോട്ട് എ പെൻസിൽ ഫോർ മൈ ഫ്രണ്ട്. ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ നമ്മൾ എല്ലാവരും ചെറുപ്പം മുതലേ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളാണ്. പക്ഷെ ഇതിൽ ഫോർ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കണക്ടറായിട്ടല്ല, പകരം ഒരു പ്രപ്പോസിഷൻ ആയിട്ടാണ് ഈ സെൻറ്റൻസിൽ ഫോർ എന്ന കണക്ടർ ഉപയോഗിച്ചിരിക്കുന്നത്, ഫോർ എന്ന കോർഡിനേറ്റിംഗ് കണക്ടർ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഫോർ എന്ന കോർഡിനേറ്റിംഗ് കണക്ടർ എങ്ങനെയാണ് 2 സിമ്പിൾ സെൻറ്റൻസുകളെ കണക്ട് ചെയ്യുന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഫോർ എന്ന വാക്ക് പ്രിപ്പോസിഷൻ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ദിസ് പെൻ ഇസ് ഫോർ യു. ഐ ബോട്ട് സം ചോക്ലേറ്റ്സ് ഫോർ മൈ ഫ്രണ്ട്സ്. ഇവിടെ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി, നിനക്ക് വേണ്ടി എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ ഫോർ ഉപയോഗിക്കാറുണ്ടെങ്കിൽ പോലും ഇവിടെ ഫോർ ഉപയോഗിക്കുന്നത് ഒരു പ്രപ്പോസിഷൻ ആയിട്ടാണ്. പക്ഷേ നമ്മുടെ OET കോൺടെസ്റ്റിൽ നമുക്ക് ഫോർ ഒരു കണക്ടറായിട്ടും ഉപയോഗിക്കാൻ സാധിക്കും. അതെങ്ങനെ എന്ന് നമുക്ക് പരിശോധിക്കാം. ഫോർ എക്സാമ്പിൾ, ഞാൻ 2 സെൻറ്റൻസ് പറയാം. പേഷ്യൻ്റ് ഈസ് ഓവർ വെയ്റ്റ്. ഇവിടെ ഈ സെൻറ്റൻസ് ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആണ്, ഒരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. 3 കാര്യങ്ങൾ ഒത്തുവന്നു. പേഷ്യൻ്റ്, സബ്ജക്റ്റ്, ഈസ് ഓക്സിലറി വെർബ്, ഓവർ വെയ്റ്റ്. പേഷ്യൻ്റ് ഈസ് ഓവർ വെയ്റ്റ്. ഇവിടെ കംപ്ലീറ്റ് ഐഡിയ ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു സിമ്പിൾ സെൻറ്റൻസ് ആണെന്ന് നമുക്ക് പറയാം. രണ്ടാമത്തെ സെൻറ്റൻസ്, ഹി ഈറ്റ്സ് എ ലോട്ട് ഓഫ് ചോക്ലേറ്റ്സ്. ഹി ഈറ്റ്സ് എ ലോട്ട് ഓഫ് ചോക്ലേറ്റ്സ്. ഇതാണ് എൻ്റെ രണ്ടാമത്തെ ക്ലോസ്. ആദ്യം പറഞ്ഞിരിക്കുന്നത് പേഷ്യൻ്റ് ഈസ് ഓവർ വെയ്റ്റ്. എന്നിട്ട് ഞാൻ പറയുകയാണ് ഹി ഈറ്റ്സ് എ ലോട്ട് ഓഫ് ചോക്ലേറ്റ്സ്. ഇവിടെ 2 കാര്യങ്ങളും, പേഷ്യൻറ്റിന് ഓവർ വെയ്റ്റ് ഉണ്ട്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് പേഷ്യൻ്റ് ഒത്തിരി ചോക്ലേറ്റ്സ് കഴിക്കാറുണ്ട്. ഇവിടെ റീസൺ പറയുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ക്ലോസ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? പേഷ്യൻ്റ് എങ്ങനെയാണ്, പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ്റെ റീസൺ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഹി ഈറ്റ്സ് എ ലോട്ട് ഓഫ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പേഷ്യൻ്റ് ഈസ് ഓവർ വെയ്റ്റ് ഫോർ ഹി ഈറ്റ്സ് എ ലോട്ട് ഓഫ് ചോക്ലേറ്റ് എന്ന രീതിയിൽ ഫോർ ഉപയോഗിച്ച് നമുക്ക് ഈ 2 കണക്ടേഴ്സിനെയും, 2 കണക്ടേഴ്സ് അല്ല, 2 സിമ്പിൾ സെൻറ്റൻസുകളെയും നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും.
അപ്പോൾ എല്ലാവർക്കും ഫോർ എന്ന കണക്ടറിൻ്റെ യൂസേജ് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫോർ എന്ന വാക്കുകൊണ്ട് വേണ്ടി എന്ന് മാത്രമല്ല, എന്തിൻ്റെയെങ്കിലും റീസൺ പറയാനായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഓൾറൈറ്റ്, ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് കോർഡിനേറ്റിംഗ് കണക്ടേഴ്സ് ഉപയോഗിക്കാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ രണ്ട് സിമ്പിൾ സെൻറ്റൻസുകളെ കണക്ട് ചെയ്യാനായിട്ട് കോർഡിനേറ്റിംഗ് കണക്ടേഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ രണ്ട് സിമ്പിൾ സെൻറ്റൻസുകളെ, അതായത് സ്വന്തമായിട്ട് ആശയം ഉള്ള, അതായത് ഒരു ആശയം കൺവേ ചെയ്യുന്ന ഒരു സബ്ജക്റ്റും വെർബും ഉള്ള സിമ്പിൾ സെൻറ്റൻസുകളെ കണക്ട് ചെയ്യാനായിട്ട് കോർഡിനേറ്റിംഗ് കണക്ടേഴ്സ് ഉപയോഗിക്കാം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി എവിടെയാണ് പങ്ക്ച്വേഷൻ ഉപയോഗിക്കേണ്ടത്? അതായത് ഒരു കോർഡിനേറ്റിംഗ് കണക്ടർ ഉപയോഗിക്കാൻ നേരത്ത് ആദ്യത്തെ ക്ലോസിന് ശേഷം ഇവിടെ നമ്മൾ പറഞ്ഞ സെൻറ്റൻസിൽ പേഷ്യൻ്റ് ഈസ് ഓവർ വെയ്റ്റ് എന്ന് പറയാൻ നേരത്ത് ആദ്യത്തെ ക്ലോസ് കഴിഞ്ഞു, അതിനുശേഷം കോമ പ്ലേസ് ചെയ്യേണ്ടതാണ്. കോർഡിനേറ്റിംഗ് കണക്ടർ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ കോമ പ്ലേസ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് ഹി ഈസ് ഓവർ വെയ്റ്റ്, കോമ ഫോർ ഹി ഈറ്റ്സ് എ ലോട്ട് ഓഫ് ചോക്ലേറ്റ്സ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കോർഡിനേറ്റിംഗ് കണക്ടേഴ്സ് ഉപയോഗിച്ച് രണ്ട് സിമ്പിൾ സെൻറ്റൻസുകളെ കണക്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ തീർച്ചയായിട്ടും കോമ ഉപയോഗിക്കണം. എവിടെയാണ് ഉപയോഗിക്കേണ്ടത്? നമ്മൾ എവിടെയാണോ കോർഡിനേറ്റിംഗ് കണക്ടർ ഉപയോഗിക്കുന്നത്, കോർഡിനേറ്റിംഗ് കണക്ടറിൻ്റെ തൊട്ട് മുമ്പിലാണ് നമ്മൾ കോമ അല്ലെങ്കിൽ പങ്ക്ച്വേഷൻ പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എങ്ങനെയാണ് പങ്ക്ച്വേഷൻ ഉപയോഗിക്കേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടാതെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, എവിടെയെങ്കിലും ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതണോ? ഇവിടെ നമ്മളൊരു ഒറ്റ സെൻറ്റൻസ് ആയിട്ടാണ്, ഒരൊറ്റ കോമ്പൗണ്ട് സെൻറ്റൻസ് ആയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരൊറ്റ സെൻറ്റൻസ് ആണ്, അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വേറെ ഒരിടത്തും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ വേറൊരു സെൻറ്റൻസ് ഞാൻ പറയുകയാണ്, പേഷ്യൻ്റ് വാസ് ഫെബ്രൈൽ ആൻഡ് ഡിസോറിയൻറ്റഡ്. പേഷ്യൻ്റ് വാസ് ഫെബ്രൈൽ ആൻഡ് ഡിസോറിയൻറ്റഡ്. ഇവിടെ ഞാൻ രണ്ട് സിമ്പിൾ സെൻറ്റൻസുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ആൻഡ് എന്ന കോർഡിനേറ്റർ ഉപയോഗിച്ചിരിക്കുന്നത്. പകരം രണ്ട് ആഡ്ജക്റ്റീവ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ആഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫെബ്രൈൽ എന്നുള്ളതാണ്. രണ്ടാമത്തെ കണക്ടർ ഡിസ്ഓറിയൻറ്റഡ്. ഇവിടെ ഈ കേസിൽ രണ്ട് സിമ്പിൾ സെൻറ്റൻസുകളെ കണക്ട് ചെയ്യുന്നതിന് പകരം രണ്ട് വാക്കുകളെ അല്ലെങ്കിൽ രണ്ട് ആഡ്ജക്റ്റീവ്സിനെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആൻഡ് എന്ന കോർഡിനേറ്റിംഗ് കണക്ടർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്തരം സാഹചര്യത്തിൽ ഞാൻ കോമ പ്ലേസ് ചെയ്യേണ്ട കാര്യം ഇല്ല. അതായത് രണ്ട് സിമ്പിൾ സെൻറ്റൻസുകളെ കണക്ട് ചെയ്യാൻ കോർഡിനേറ്റിംഗ് കണക്ടർ ഉപയോഗിക്കാൻ നേരത്ത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? കോമ ഇട്ടാൽ മതി. അല്ലാത്ത പക്ഷം രണ്ട് വാക്കുകളെ കണക്ട് ചെയ്യാനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ കോമ പ്ലേസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതായത് രണ്ടാമത് പറഞ്ഞ സെൻറ്റൻസ് പേഷ്യൻ്റ് വാസ് ഫെബ്രൈൽ ആൻഡ് ഡിസോറിയൻറ്റഡ്. ഈ കാര്യത്തിൽ ഈ സെൻറ്റൻസിൽ നിങ്ങൾ കോമ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അടുത്തതായിട്ട് ബട്ട് എന്ന കോർഡിനേറ്റിംഗ് കണക്ടർ ഉപയോഗിച്ച് നമുക്കൊരു കോമ്പൗണ്ട് സെൻറ്റൻസ് ഉണ്ടാക്കി നോക്കാം. ഇവിടെ ആർത്രൈറ്റിസ് ക്യാൻ ബി പെയിൻഫുൾ എന്നൊരു സിമ്പിൾ സെൻറ്റൻസ് എല്ലാവർക്കും ഇപ്പോൾ അറിയാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്ത ക്ലോസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മാനേജബിൾ വിത്ത് മെഡിക്കേഷൻ. ഇവിടെ രണ്ട് ക്ലോസുകളാണ്, രണ്ട് സിമ്പിൾ സെൻറ്റൻസുകളാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആർത്രൈറ്റിസ് ക്യാൻ ബി പെയിൻഫുൾ, ഇറ്റ് ഈസ് മാനേജബിൾ വിത്ത് മെഡിക്കേഷൻ. ഈ രണ്ട് ക്ലോസുകൾ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും? ഈ രണ്ട് ക്ലോസുകൾ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ബട്ട് എന്ന കോർഡിനേറ്റിംഗ് കണക്ടറാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇവിടെ ആദ്യത്തെ ക്ലോസ് ആർത്രൈറ്റിസ് ക്യാൻ ബി പെയിൻഫുൾ, ബട്ട് ഇറ്റ് ഈസ് മാനേജബിൾ വിത്ത് മെഡിക്കേഷൻ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എങ്ങനെയാണ് കോർഡിനേറ്റിംഗ് കണക്ടേഴ്സ് ഉപയോഗിക്കേണ്ടത്. ഏത് പങ്ക്ച്വേഷൻ, അതായത് കോമയാണ് കോർഡിനേറ്റിംഗ് കണക്ടേഴ്സ് ഉപയോഗിക്കാൻ നേരത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പങ്ക്ച്വേഷൻ. രണ്ടാമത്തെ കാര്യം, എവിടെയാണ് കോർഡിനേറ്റിംഗ് കണക്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും എവിടെയാണ് നമ്മൾ കോമ ഉപയോഗിക്കാൻ പാടില്ലാത്തത് എന്നീ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത സെൻറ്റൻസ് ആർത്രൈറ്റിസ് ക്യാൻ ബി പെയിൻഫുൾ.
അതിനുശേഷം രണ്ടാമത്തെ ക്ലോസ് ആണ് ഇറ്റ് ഈസ് മാനേജബിൾ വിത്ത് മെഡിക്കേഷൻ. ഇവിടെ രണ്ടും സിമ്പിൾ സെൻറ്റൻസ് ആയതുകൊണ്ട് ഈ രണ്ട് സിമ്പിൾ സെൻറ്റൻസും കണക്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ എന്തുപയോഗിച്ചു? ബട്ട് ഉപയോഗിച്ചു എന്ന് മാത്രമല്ല, നമ്മൾ കോമയും പ്ലേസ് ചെയ്തു. ഇനി ബട്ട് ഉപയോഗിക്കാൻ നേരത്ത് എവിടെയാണ് കോമ ഉപയോഗിക്കാൻ പാടില്ലാത്തത്? നമ്മൾ ആദ്യമേ പഠിച്ചു അല്ലേ, രണ്ട് സിമ്പിൾ സെൻറ്റൻസ് ആണെങ്കിൽ മാത്രമേ കോമ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന്. ഇനി ഞാനൊരു സെൻറ്റൻസ് പറയാൻ പോവുകയാണ്. ഇവിടെ രണ്ടാമത്തെ സെൻറ്റൻസ്, ദ ഡോക്ടർ പ്രിസ്ക്രൈബ്ഡ് പെയിൻ കില്ലർ. ദ ഡോക്ടർ പ്രിസ്ക്രൈബ്ഡ് പെയിൻ കില്ലർ. ഇനി അടുത്ത ക്ലോസ് എന്ന് പറയുന്നത് അഡ്വൈസ്ഡ് കോഷൻ. അഡ്വൈസ്ഡ് കോഷൻ. ഇവിടെ അഡ്വൈസ്ഡ് കോഷൻ എന്നുള്ളത് ഒരു സിമ്പിൾ സെൻറ്റൻസ് അല്ല എന്ന് നമുക്ക് ആദ്യം തന്നെ മനസ്സിലായി. കാരണം ഒരു സിമ്പിൾ സെൻറ്റൻസ് ആയിരിക്കണമെങ്കിൽ അതിൽ സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം, വെർബ് ഉണ്ടായിരിക്കണം, അതുമാത്രമല്ല കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കൺവേ ചെയ്യണം. ഇവിടെ അഡ്വൈസ്ഡ് കോഷൻ എന്ന ഫ്രേസിൽ ഒരു സബ്ജക്റ്റ് ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും കാണാം. അപ്പോൾ സെൻറ്റൻസ് അതേ രീതിയിൽ തന്നെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. ദ ഡോക്ടർ പ്രിസ്ക്രൈബ്ഡ് പെയിൻ കില്ലർ ബട്ട് അഡ്വൈസ്ഡ് കോഷൻ. ഇവിടെ ഈ രണ്ട്, ആദ്യത്തത് ഒരു സിമ്പിൾ ക്ലോസ് സെൻറ്റൻസ് ആണെങ്കിൽ പോലും രണ്ടാമത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഫ്രേസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സെൻറ്റൻസിൽ ബട്ട് ഉപയോഗിക്കാൻ നേരത്തെ കോമ പ്ലേസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ആർക്കും കോർഡിനേറ്റിംഗ് കണക്ടേഴ്സ് ഉപയോഗിക്കാൻ നേരത്തെ, കോർഡിനേറ്റിംഗ് കണക്ടേഴ്സ് ആയിട്ടുള്ള ഫാൻ ബോയ്സ് ഉപയോഗിക്കാൻ നേരത്തെ ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ താങ്ക് യു ഫോർ ലിസണിങ് എവരി വൺ. ഹാവ് എ വണ്ടർഫുൾ ഡേ.